എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതുവരെ ലളിതാ സഹസ്രനാമത്തിൻ്റെ 36 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. 1000 മന്ത്രങ്ങളെ നമ്മൾ അർത്ഥസഹിതം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഹരിനാമകീർത്തനത്തിൻ്റെ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിയുടെ ഉള്ളിൽ ഹരിനാമകീർത്തനത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മളുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഏത് സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന ഏത് സമയത്ത് നിങ്ങൾക്കത് കയറി കണ്ട് പഠിക്കാവുന്നതാണ്. ഹരിനാമകീർത്തനത്തിൻ്റെ മഹാത്മ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഹരിനാമകീർത്തനത്തിലേക്ക് കടക്കാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. ഓങ്കാരമായ പൊരുൾ, ഓങ്കാരമായ പൊരുൾ എന്ന് പറയുന്നത് പരബ്രഹ്മത്തെ തന്നെയാണ്, ഈശ്വരനെ തന്നെയാണ്. ആ ഓങ്കാരമായിരിക്കുന്ന പൊരുൾ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞ്, അത് സ്വയം മൂന്നായിട്ട് വേർപെട്ട് ഉടനെ ആങ്കാരമായി തുടർന്ന് അഹങ്കാരങ്ങൾ ആവിർഭവിച്ച് അതിന് അഹങ്കാരത്തിന് താൻ തന്നെ, അതായത് ബ്രഹ്മം തന്നെ സാക്ഷി, അതായത് പ്രകാശമരുളുന്ന സാക്ഷിയായിട്ട് വർത്തിക്കുന്നു. അത് എന്ന് പറയുന്നത് ആ സത്യത്തെയാണ്. ബോധം വരുത്തുവതിന്, പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നതിന് ആളായി നിന്ന പറഞ്ഞാൽ അതിന് വേണ്ടി സഹായിച്ച പരമാചാര്യരൂപ പരമഗുരുവായി വിളങ്ങുന്ന ഹരിനാരായണായ നമഃ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. അതായത് പരബ്രഹ്മം അഥവാ ഈശ്വരൻ അല്ലേ, അത് എന്താണ്? ഓങ്കാരമാണ്. അത് പരബ്രഹ്മം തന്നെയാണ്, അത് പരമസത്യമാണ്. ആ ഓങ്കാരം മൂന്നായി വേർപെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് ഒന്നാണ്, പക്ഷേ അതിനെ പലതായിട്ട് കാണുന്നു. അടുത്ത ശ്ലോകത്തിൽ ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ഭത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലിക ലുണ്ടായെങ്കലിഹ നാരായണായ നമഃ. ഒന്നായ നിന്നെ, അതായത് രണ്ടെന്ന ഭാവമില്ലാതെ അദ്വൈതമായിട്ട് നിലനിൽക്കുന്ന നിന്നെ, ഒന്നു മാത്രം രണ്ടില്ലാത്തതായ അങ്ങയെ, അല്ലോ ഈശ്വരനെ, ഇഹ ഈ പ്രപഞ്ചത്തിൽ രണ്ടെന്നു കണ്ടളവിൽ പലതായി വേർപിരിഞ്ഞതുപോലെ കാണാനിടയായപ്പോൾ ഉണ്ടായൊരിണ്ടൽ, മനസ്സിനുണ്ടായ ആ ഒരു ഇണ്ടൽ, ആ വന്നു ചേർന്ന ദുഃഖം മിണ്ടാവതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഭത ആശ്ചര്യം, മമ എനിക്ക്, പണ്ടേ കണക്കെ പലതായി വേർതിരിഞ്ഞിരുന്നതുപോലെ കാണാനിടയായത് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി വരുവാൻ, അനുഭവിക്കുവാൻ നിൻ കൃപാവലികൾ, നിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അങ്ങയുടെ കാരുണ്യവർഷം എങ്കിൽ ഇഹ എന്നിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥന. ഹരിനാരായണനായ പാപഹരിയായ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അത് ഈശ്വരൻ പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വരനെ, അത് ഒന്നായി തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒന്നായി നിലനിൽക്കുന്ന ആ ഈശ്വരനെ എന്താണ്, രണ്ടായിട്ട് പലരും കാണുന്നു. പക്ഷേ എനിക്ക് ആ ഒന്നിനെ ഒന്നായി തന്നെ കാണാൻ തന്നെയാണ് ഇഷ്ടം. ആ കാഴ്ച, ആ ഈശ്വര ദർശനം അല്ലയോ ഭഗവാനെ എനിക്ക് ഉണ്ടാകണമേ എന്നാണ് നാരായണനായിക്കൊണ്ട്
പറയുന്നത്, നാരായണനോട് പറയുന്നത്. അത് ഇതിൻ്റെയൊക്കെ സാക്ഷാൽ ഗുരു എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ്. അല്ലയോ ആചാര്യ, അല്ലെങ്കിൽ അല്ലയോ പരമഗുരുവേ, അല്ലയോ നാരായണ, അങ്ങയെ എനിക്ക് എന്താണ് ആ അദ്വൈത ദർശനത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കണമേ എന്ന്.